സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. Oh God, you again? വീണ്ടും നിങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഗായ്സ്, നമ്മൾ ആ കാർ ഓഫ് റോഡിങ് ടെസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ എടുത്തേക്കണമെന്ന് വെച്ചാൽ LC ആണ്. അപ്പോൾ LC കൊണ്ട് പോകും. ത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ അതിനു പകരം അവനങ്ങ് ഷൈൻ ചെയ്തു. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം ഗൈസ്. അപ്പോൾ നേരെ ഇനി വണ്ടി അങ്ങോട്ട് എടുക്കാം ഗൈസ്. നമ്മൾ ആ താറിൻ്റെ നിങ്ങൾ ഇന്നലെ കണ്ടു കാണുമല്ലോ. താറിട്ടും പറ്റിയില്ല, പക്ഷേ ഇതിനി എന്തരാവും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കാണുന്ന പാറയിലോട്ട് തന്നെ കയറ്റാം. വണ്ടി നല്ല സ്മൂത്തായിട്ട് കയറാൻ തന്നെ, കീടുമായിട്ട് വണ്ടി കയറണം, ഒരു പ്രശ്നവുമില്ല, വേറെ ഒരു പ്രശ്നവുമില്ല. പക്ഷേ വണ്ടി ഇത്തിരി മറിയണമുണ്ട്. അത് ശരിയാണ്, കുറച്ച് മറിയണമുണ്ട്. അല്ലാതെ വണ്ടിക്ക് വേറെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. വണ്ടിക്ക് ഗ്ലാസ്സൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അവന്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ലടോ, അത്രയും തല്ലുണ്ടായിരുന്നു. അങ്ങനെ അത് വീണിട്ടുണ്ട് ഗൈസ്. ഇത്തിരി അല്പം തട്ടി, ഇത്തിരി ഗ്ലാസ്സൊക്കെ പൊട്ടി. ഫുള്ള് വണ്ടി ഇത്തിരി ഒന്ന് ക്രാഷായി ഫുള്ളൊന്ന്. പിന്നെ വേറെ വണ്ടിക്ക് ഒരു പ്രശ്നമില്ല ഗൈസ്. വേറെ എന്തിനാണ് വണ്ടിക്ക് പ്രശ്നം? വേറെ ഒന്നുമില്ല, അതിലേക്ക് സെറ്റാണ്. ഇവിടെ എന്താണ് ഗൈസ്, അവിടെയൊക്കെ ഫുള്ള് ബഗ്ഗാണ് ഗൈസ്. വേൾഡ് എൻ്റെ ആയി കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റ് ആയതിനാ കേട്ടോ. വേൾഡൊക്കെ കുറച്ചുകൂടെ വലുതാക്കിയ സെറ്റപ്പ് ആവും. ഗെയിം ഡെവലപ്പ് ചെയ്ത് കുറച്ചും കൂടെ എന്തിനാണ് നമ്മളെ അതിൻ്റെ പേരെന്തായിരുന്നു, കുറച്ചുകൂടെ ക്ലാരിറ്റിയും കൊടുത്ത് വണ്ടിയെ കുറച്ച് റിയലിസ്റ്റിക് കൂടെ ആക്കിയ കിടുമായിരിക്കും കേട്ടോ. പിന്നെ അല്ലാതെ അല്ലാതെ റോട്ടിൽ കിടക്കുന്ന വണ്ടികളില്ലേ, അതൊക്കെ എടുത്ത് ഓട്ടിച്ചാൽ അതൊക്കെ ഓട്ടിക്കാൻ പറ്റണമെങ്കിൽ പൊളിയായിരിക്കും. അയ്യോ, നമ്മളെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളെന്തായാലും ഓഫ് റോഡിങ് അല്ലേ, അപ്പോൾ ഇതും കൊണ്ട് ഇങ്ങോട്ട് കയറാം. ഗൈസ്, ഇത് ഫുള്ള് പക്ക ഓഫ് റോഡ് സെറ്റ് സാധനം തന്നെ. ഇതുകൊണ്ട് എല്ലായിടത്തും കയറാനൊക്കെ പറ്റും, വണ്ടിയും കൊണ്ട് സെറ്റ് തന്നെ കേട്ടാ. വേറെ ഒന്നും പറയല്ലേ ഇതിനെപ്പറ്റി, കീടു സാധനം. ഇവിടെയൊക്കെ വണ്ടി ചെളിയായെന്നാണ് തോന്നുന്നത്, ഞാൻ നോക്കിയില്ല. ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മുൻവശം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ വണ്ടി എങ്ങനെയൊക്കെ ആയിന്ന്. മിക്കവാറും വണ്ടിയുടെ ഫുള്ള് ഫ്രണ്ട് എത്താൻ പോകുമായിരിക്കും. എൻജിൻ ഡാമേജ് ആവും എന്തോ, അത് അറിഞ്ഞിട്ട്. ഇന്നലെ താറിൻ്റെതായില്ല, എൻ്റേതാവാൻ ചാൻസ് ഉണ്ടോയെന്നോ. ഞാൻ ഫുള്ള് ഇവിടെ എല്ലായിടത്തും ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്ത് കയറ്റ തന്നെ. വണ്ടി ഇപ്പോഴും ഒരു കുഴപ്പമില്ലെന്നാണ് തോന്നണം. ഇവിടെ കയറ്റാൻ പറ്റണല്ലേ. റിവേഴ്സ് എടുത്തിട്ട് ഒന്ന് നോക്കിയാലോ. ഇല്ല, റിവേഴ്സ് എടുത്തിട്ട് അല്ലേ, വേണ്ട, അവിടെ എനിക്ക് കയറൂല. ചരിച്ച് കയറ്റും, ഇവിടെ കയറ്റാം. ഗൈസ്, ഇവിടെ കയറി വണ്ടി സെറ്റായിട്ട് വണ്ടി കയറി. മാറിച്ചിട്ട് എന്ത് വണ്ടി. ഇനി വണ്ടി എന്തിരിക്കും, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ലാസ്റ്റ് ഘട്ടം വരെ ഓട്ടിക്കാം. മാക്സിമം എത്ര ഓട്ടിക്കാൻ പറ്റും അത്രയും ദൂരം വണ്ടി കൊണ്ട് ഓട്ടിക്കാം. അപ്പം നമുക്ക് വണ്ടിയൊക്കെ എന്തൊക്കെ പ്രശ്നം വന്നെന്ന് അറിയാമല്ലോ. താറിൻ്റെ എത്ര വന്നാന്തോ, എന്തായാലും നോക്കാം. വണ്ടി എല്ലായിടത്തും കയറാനല്ലേ. മരുന്ന് തട്ടി കൈസ്, വീണ്ടും മരുന്ന് തട്ടി. ജസ്റ്റ് കൺട്രോൾ പോയി, അതാണ്. നമ്മളിവിടെ വീണ്ടും വന്നോ, നമ്മളിവിടെ വന്ന് ഇതുവഴി കയറി എടുത്തുകൊണ്ട് പോവാം. പിന്നെ അവിടെ പോകണം, കുറേ കണ്ടെയ്നർ ഇരിക്കും, ലാസ്റ്റ് സൈഡിലോട്ട് പോകണം. അവിടെയാണ് കുറച്ചും കൂടെ ഓഫ് റോഡിങ് ഉണ്ട്. അതായത് വളരെ കുത്തനെ കയറ്റം, പാറയുടെ മുകളിൽ കൂടെയും അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറേ കയറ്റമുണ്ട്. അതുവഴിയൊക്കെ ഇനി കയറി പോകണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന് ബേക്കറിച്ചിട്ട് കയറ്റാനേ പറ്റുള്ളൂ. ചരിഞ്ഞു പോയി ഗൈസ്, അത് ചരിഞ്ഞാണ് പോയത്, നേരെ കയറണില്ല. കണ്ട ഗൈസ്, ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട്. ലാസ്റ്റിന് നമുക്കിനി ആ കണ്ടെയ്നറിൻ്റെ എവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വരാം. അവിടെയാണ് നമ്മൾ ലാസ്റ്റ് സ്പോട്ട് എന്ന് പറയണം. നമ്മൾ ഇതുവഴിയൊക്കെ ഇന്നലെ വന്നു കേട്ടോ, താറും കൊണ്ട്. വേറെ ഒരു വഴിയും വന്നില്ലല്ലോ. വേറെ ഇതുവഴിയൊക്കെ വന്നു ഗൈസ്. മിക്കുള്ള വഴികളിൽ നമ്മൾ പോയി. നമ്മൾ ഫസ്റ്റ് കണ്ട ആ വഴിയിലും അത്രേ പോകാത്തുള്ളൂ. ബാക്കി എല്ലാ വഴിയിലും നമ്മൾ താറിനെയും കൊണ്ട് പോയി. ഇവിടെ ഗൈസ്, ഇവിടെ മലയൊക്കെ ഉണ്ട്, പൂളി തന്നെ. പക്ഷേ LC ഇത്രയും കിടുവാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഫ്രണ്ട് ഇത്തിരി ഡാമേജ് ആയുള്ളൂ, പിന്നെ വേറൊരു പ്രശ്നമില്ല വണ്ടിക്ക്. നല്ല സ്മൂത്ത്. വീണ്ടും ഇടിച്ചോ ഗൈസ്, വണ്ടി ചുമ്മാ തട്ടയുള്ളൂ. എമ്മിൽ ഗൈസ് എന്തൊരു ബേക്കെടുത്ത് പോട്ടെ. നമുക്ക് കണ്ടെയ്നർ ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോകാം. നമുക്കൊരു കുറുക്ക് വഴി പിടിക്കാം. ഇതുവഴിയൊക്കെ കയറി ലാസ്റ്റ് കണ്ടെയ്നർ ഇരിക്കുന്ന സൈഡിൽ പോകും. കണ്ടെയ്നർ വണ്ടി ചുമ്മാ പവറാണ് ഗൈസ്, പവർ. കയറട്ട് കയറങ്ങോട്ട്. ഈ വണ്ടി കയറാൻ, വണ്ടി ഒരു വലിവില്ല ഗൈസ്. അതെന്ത്, വണ്ടിക്കൊരു വലിവ് കിട്ടണില്ലല്ലോ. വണ്ടി എരച്ചരച്ച് നിൽക്കണം. ഞാൻ സൗണ്ട് ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ സൗണ്ടൊന്നും കേൾക്കാനും പറ്റില്ല. അതാണ് പിന്നെ ഞാൻ സൗണ്ട് കൊടുക്കാത്തത്. ഏതാനും നിമിഷം കണ്ടെയ്നറിൻ്റെ സൈഡിലെത്തും ഗൈസ്. കണ്ടെയ്നറിൻ്റെ സൈഡിൽ എത്തി ഗൈസ്. നമ്മൾ കണ്ടെയ്നറിൻ്റെ ആ തേരിയിൽ എവിടെ എത്തി. അത് ആ റോഡൊക്കെ വളഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ കണ്ടെയ്നർ
ഇവിടെ നമുക്ക് താഴോട്ട് ഇറക്കിയല്ല, ഇവിടെ നമുക്ക് താഴോട്ട് ഇറക്കാം. സ്മൂത്ത് വണ്ടി ചരിഞ്ഞ പോലും ഇല്ല കേട്ടോ, ഒരു കിടുവായിട്ട് ഇറങ്ങി. ഞാൻ മുകളിലോട്ട് കയറ്റി വയ്ക്കാലോ, മുകളിലോട്ട് കയറ്റി അങ്ങോട്ട്. ഓ ഓ ഓ ഓ കിടിലം തന്നെ വണ്ടി സെറ്റായി. ഇത് നമുക്ക് അതൊന്ന് വീണ് ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഇറക്കി നോക്കാമേ. ഇവിടെ നിന്ന് നേരെ താഴോട്ട് നേരെ പയ്യെ ഇറക്കും. ഓ ഗൈസ്, ഇതൊക്കെ ഒന്ന് മാറുന്നേ കൊള്ളാം. ബാക്കിൽ ഇങ്ങനെ കാണുന്ന രീതിയിൽ ഒരു ബഗ് അടിച്ച പോലെ കാണുന്ന രീതി അതും കൂടെ മാറ്റിയെങ്കിൽ സെറ്റ് ആയാലും കേട്ടോ. അപ്പോൾ 6 അത് തന്നെ കാണിച്ചിട്ട് വണ്ടി ടയർ കാണിച്ചൊക്കെ ഇടുമായിരിക്കും. ഇങ്ങോട്ട് കയറ്റാം ഗൈസ്. എഞ്ചിൻ ഡാമേജ് ആയി. ഓ വണ്ടിയുടെ എഞ്ചിനൊക്കെ ഡാമേജ് ആയി ഗൈസ്. നമുക്ക് എന്തായാലും പോകാൻ പറ്റുമെന്നോ അങ്ങ് വരാം, നോക്കാം. വണ്ടി ഇത്തിരി ഒന്ന് അറക്കാണ്. ഓ അയ്യോ, ഫ്രണ്ടൊക്കെ വെള്ളം പോയി കേട്ടോ. ഫ്രണ്ട് ഞാൻ നേരത്തെ കാണിച്ചെന്നല്ലോ. നമുക്കിനി അങ്ങോട്ട് ചെല്ലാം ഗൈസ്. കുറച്ചും കൂടെ ഇനി അങ്ങോട്ട് കയറി ചെല്ലാം. ഇനി നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ് ലോങ് ആയിപ്പോൾ, അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാമേ. ഗൈസ് അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഓഫ് റോഡിങ് ആയി വന്ന്. വണ്ടി ചെറിയൊരിതുണ്ട്, വണ്ടി സ്പീഡ് അത്ര കയറാനില്ല. ഇനി കയറാം. ഓ ഗൈസ്, ഇവിടെ എന്തായാലും ഒരു ഗ്രില്ലുണ്ടായിരുന്നില്ല. അവിടെ പോയി അപ്പുറം സൈഡിൽ കൂടെ വരുമ്പോഴാണോ? അല്ല ഒരു ഗ്രില്ല്. ഓ നമ്മൾ അപ്പുറം സൈഡിൽ കൂടെ വരണം. വണ്ടി ഫുള്ള് റിപ്പയർ ചെയ്ത് ഗൈസ്. ഞാൻ മുൻവശം കാണിച്ചു തരാം. എഞ്ചിൻ ഡാമേജൊക്കെ പോയി കണ്ടാ. ഇപ്പോഴാണ് വണ്ടിയുടെ ലുക്ക് തിരിച്ചു വന്നത്. ആ ഫുള്ള് ബ്ലാക്ക് തീമിലാണ് ഞാൻ സെറ്റ് ചെയ്തത്. ഞാൻ എൻ്റെ വീഡിയോ ഇടയ്ക്ക് ചിട്ടായിരുന്നു. ഞാൻ ചെറിയൊരു ജലദോഷം, അതാണ് പിന്നെ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇടാത്ത. പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാല്ലേ. അപ്പോൾ നമുക്ക് ഇനി വേറൊരു വീഡിയോ പോയി കാണാം. അപ്പോഴത്തേക്ക് ബായ്. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.